ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ തോൽവി വെറുമൊരു പരാജയമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് ലഭിച്ച കനത്ത പ്രഹരമാണ്. സ്വന്തം മണ്ണിൽ, അതും പ്രമുഖ താരങ്ങളില്ലാതെ എത്തിയ ന്യൂസിലാൻഡ് ടീമിനോട് ഇന്ത്യ 1-2 ഏകദിന പരമ്പര അടിയറവ് വെച്ചതോടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുൻ ഇന്ത്യൻ താരവും ബംഗാൾ കായിക മന്ത്രിയുമായ മനോജ് തിവാരി BCCIയോട് പരസ്യമായ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിനെ നായക സ്ഥാനത്ത് നിന്നും നീക്കുക, രോഹിത് ശർമ്മയെ ഉടൻ തിരികെ കൊണ്ടുവരിക. 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് പരീക്ഷണങ്ങൾ നടത്തുന്ന ഗൗതം ഗംഭീറിനും സെലക്ടർമാർക്കും നേരെ മനോജ് തിവാരി ഉയർത്തുന്ന ചോദ്യങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന പരമ്പരാ തോൽവിയോടെയാണ് ഗില്ലിന്റെ ശനിദശ തുടങ്ങിയത്. പിന്നീട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യ പരമ്പര കൈവിട്ടു. ഇപ്പോൾ ഇതാ സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനോടും തോൽവി. ന്യൂസിലാൻഡുമായി ഇന്ത്യയിൽ വെച്ച് ഒരു ഏകദിന പരമ്പര തോൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. രോഹിത് ശർമ്മയിൽ നിന്ന് ഗില്ലിലേക്ക് ബാറ്റൺ കൈമാറിയപ്പോൾ BCCI പ്രതീക്ഷിച്ചത് ഭാവിയിലേക്കുള്ള ഒരു നായകനെയായിരുന്നു. എന്നാൽ സമ്മർദ്ദഘട്ടങ്ങളിൽ പതറുന്ന, തന്ത്രങ്ങൾ മെനയാൻ പാടുപെടുന്ന ഒരു ഗില്ലിനെയാണ് മൈതാനത്ത് കാണുന്നത്. രോഹിത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. മനോജ് തിവാരിയുടെ വാക്കുകളിൽ രോഹിത് ശർമ്മ എന്ന നായകനോടുള്ള ബഹുമാനവും നിലവിലെ അവസ്ഥയിലുള്ള ആശങ്കയും വ്യക്തമാണ്. ന്യൂസിലാൻഡ് പരമ്പരയിൽ രോഹിത് ആയിരുന്നു നായകനെങ്കിൽ ഫലം മറ്റൊന്നായേനെ. സ്വന്തം മണ്ണിൽ ഇങ്ങനെയൊരു നാണക്കേട് ഇന്ത്യക്ക് ഉണ്ടാകില്ലായിരുന്നു, തിവാരി പറയുന്നു. രോഹിത് ശർമ്മ നയിച്ചിരുന്നപ്പോൾ ടീമിനൊരു ദിശാബോധം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീടം ചൂടിയത് രോഹിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. രോഹിത്തിന്റെ നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയപ്പോൾ ടീം ശരിയായ ദിശയിൽ പോകുകയാണെന്ന് ഞാൻ കരുതി. എന്നാൽ പെട്ടെന്നുള്ള ഈ മാറ്റം ടീമിനെ തകർത്തു, മനോജ് തിവാരി നിരീക്ഷിക്കുന്നു. 2027 ലോകകപ്പ് ഇന്ത്യ നേടണമെങ്കിൽ രോഹിത് ശർമ്മ തന്നെ ചുക്കാൻ പിടിക്കണമെന്നാണ് മനോജ് തിവാരിയുടെ വാദം. ഇതിനായി അദ്ദേഹം കണക്കുകളും സാധ്യതകളും നിരത്തുന്നു. രോഹിത് നായകനായാൽ ഇന്ത്യ ലോകകപ്പ് ജയിക്കാൻ 85-90% സാധ്യതയുണ്ട്. എന്നാൽ ഗില്ലിനെ വെച്ച് മുന്നോട്ട് പോയാൽ അത് അപകടകരമാണ്. ശരിയായ ദിശയിലേക്ക് പോകാൻ ഇന്ത്യക്ക് ഇനിയും സമയമുണ്ട്. ഒരു ദ്വിരാഷ്ട്ര പരമ്പരയെക്കുറിച്ചോ സാധാരണ ടൂർണമെന്റുകളെ കുറിച്ചോ അല്ല ഞാൻ ഇക്കാര്യം പറയുന്നത്. വരാനിരിക്കുന്ന ലോകകപ്പാണ് പ്രധാനം, തിവാരി മുന്നറിയിപ്പ്